അനീതിക്ക് ഉത്തരവാദികൾ ആരാണ്? 20-ാം വയസ്സിൽ സ്വന്തം മാതാവിനൊപ്പം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് റവറൻഡ് മഞ്ജുനാഥ് അച്ഛൻ പ്രവേശിച്ചു. ക്രിസ്ത്യാനി ആയതു നിമിത്തം സ്വന്തം പിതാവിനെ അവസാനമായി ഒരു നോക്കു കാണുവാൻ പോലും ഭാഗ്യം ലഭിച്ചില്ല. കുടുംബത്തിൽ നിന്നുള്ള നിഷ്ഠൂരമായ പുറത്താക്കൽ. പക്ഷേ തന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് മുന്നേറാൻ മഞ്ജുനാഥ് അച്ഛന് കഴിഞ്ഞു. ആദ്യം സുവിശേഷകനായും പിന്നീട് വൈദികനായി കഴിഞ്ഞ 17 വർഷമായി ദൈവരാജ്യ പ്രക്രിയയിൽ സ്വയം സമർപ്പിതമായ ജീവിതം നയിക്കുന്നു. സ്വന്തം രക്തത്തിൽ നിന്നും നേരിട്ടതിൻ്റെ 100 മടങ്ങ് അപമാനം, അവഗണന 2022 മെയ് 1 മുതൽ 2025 ഏപ്രിൽ 30 വരെ മഞ്ജുനാഥ് അച്ഛൻ അനുഭവിച്ചു, അല്ലെങ്കിൽ അനുഭവിപ്പിച്ചു. മാർത്തോമാ സഭാ ഭരണഘടന 366 വകുപ്പ് പ്രകാരം 1 മുതൽ 9 വരെയുള്ള റെക്കോർഡുകൾ ആയ ഇടവക രജിസ്റ്റർ, ജനറൽ ബോഡി മെമ്പേഴ്സ് രജിസ്റ്റർ, മാമോദീസ രജിസ്റ്റർ, വിളിച്ചുചൊല്ലു രജിസ്റ്റർ, വിവാഹസമ്മത രജിസ്റ്റർ, വിവാഹ രജിസ്റ്റർ, പിറന്നാൾ രജിസ്റ്റർ, ശവസംസ്കാര രജിസ്റ്റർ, ശുശ്രൂഷ രജിസ്റ്റർ എന്നിവ ഇടവക വികാരിയുടെ സൂക്ഷിപ്പിൽ ഇരിക്കേണ്ടതാണ്. പക്ഷേ 2022 മെയ് 1 മുതൽ സഭാനിയോഗപ്രകാരം റാസൽ ഖൈമ മാർത്തോമാ ഇടവകയിലെത്തിയപ്പോൾ ഭരണഘടന 366 വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു രജിസ്റ്റർ പോലും മഞ്ജുനാഥ് അച്ഛന് ലഭിച്ചില്ല. എവിടെയും ആരുടെ മുന്നിലും നിർഭയമായി നിയമം നടപ്പിലാക്കുന്ന മഞ്ജുനാഥ് അച്ഛൻ അന്നുവരെ ഭാരം താങ്ങികൾ കൈവശപ്പെടുത്തി വച്ചിരുന്ന രജിസ്റ്റർ 366 വകുപ്പ് 1 മുതൽ 9 വരെയുള്ളത് വികാരിയുടെ സൂക്ഷിപ്പിൽ വരുത്തി. നിയമം നടപ്പാക്കിയതിന് പകരം കിട്ടിയത് കൊടിയ അപമാനം. ഭാരം താങ്ങികളിൽ നിന്നും കെയർടേക്കർ എന്ന കപ്പിയാരിൽ നിന്നും പരാതിപ്പെട്ടു. ഒരു ആശ്വാസവും ലഭിച്ചില്ല. പകരം ക്രൂരമായ അവഗണനയാണ് ലഭിച്ചത്, അപമാനവും. ഏറ്റവും ഷോക്കിംഗായ സംഗതി ഇതൊന്നുമല്ല. 2022 ഏപ്രിൽ 26 തീയതി വെച്ച് പുലാത്തീനിൽ നിന്നും അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ത്യക്ക് വെളിയിലുള്ള ഇടവകൾക്ക് സർക്കുലർ നമ്പർ 54 എന്ന കൽപ്പന നൽകി. അതിൻ്റെ മലയാള പരിഭാഷ ഇപ്രകാരമാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് കണക്കിലെടുത്ത് വിദേശ ഇടവകളിൽ സേവനമനുഷ്ഠിക്കുന്ന അച്ഛന്മാരുടെ ശമ്പളവും ജീവിത അലവൻസും പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് എപ്പിസ്കോപ്പൽ സിനഡ് പരിഗണിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുന്നതിനായി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അവരുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും ലഭിച്ച ശേഷം 2022 ഏപ്രിൽ 19 ചേർന്ന എപ്പിസ്കോപ്പൽ സിനഡ് താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വിദേശ ഇടവകളിൽ സേവനമനുഷ്ഠിക്കുന്ന വിദേശ പൗരന്മാരായ വൈദികർക്കുള്ള ജീവിത അലവൻസ് എപ്പിസ്കോപ്പൽ നിശ്ചയിക്കുകയും പിന്നീട് അറിയിക്കുകയും ചെയ്യും. ഈ പരിഷ്കരണം 1/5/2022 മുതൽ പ്രാബല്യത്തിൽ വരും. 3 വർഷത്തേക്കായിരിക്കും ഇത്. 2. രാജ്യം പരിഗണിക്കാതെ എല്ലാ വൈദികർക്കും ലിവിംഗ് അലവൻസ് 1,80,000 രൂപയായി നിശ്ചയിച്ചിരിക്കുന്നു. ഇടവകകൾ, ഭദ്രാസനങ്ങൾ വൈദികരുടെ ശമ്പളത്തിൽ നിന്ന് 4% മൊത്ത ശമ്പളം കുറയ്ക്കുകയും സഭാ ഓഫീസിൽ മെഡിക്കൽ എയ്ഡ് സ്കീം സബ്സ്ക്രിപ്ഷനായി അടയ്ക്കുകയും വേണം. വിദേശ ഇടവകകൾ അവിടെ സേവനമനുഷ്ഠിക്കുന്ന വൈദികർക്കും കുടുംബത്തിനും മെഡിക്കൽ ഇൻഷുറൻസ് നൽകുന്നതിനാൽ ഹിസ് ഗ്രേസ് ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ 240 നമ്പർ സർക്കുലർ പ്രകാരം മെഡിക്കൽ എയ്ഡ് സ്കീം സബ്സ്ക്രിപ്ഷനായി ഇടവകളെ അവരുടെ 4% വിഹിതം സഭാ ഓഫീസിലേക്ക് നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 4-ാം തീരുമാനം, വൈദികരുടെ പ്രതിമാസ ആകെ ശമ്പളം ഇനി പറയുന്നതനുസരിച്ച് കണക്കാക്കണം. ഇലിസ്ട്രേഷൻ: വൈദികരുടെ അടിസ്ഥാന ശമ്പളം
20,750. കുടുംബ അലവൻസ് 10,375. ജീവിത അലവൻസ് 1,80,000. സ്പെഷ്യൽ അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 18,000. മൊത്തം ശമ്പളം എ 2,29,125 രൂപ. കുറവ് PF അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10%, 2,075. മെഡിക്കൽ എയ്ഡ് സ്കീം മൊത്ത ശമ്പളത്തിൻ്റെ 4%, 9,165. നെറ്റ് പേ 2,17,885 രൂപ. പാരിഷിൽ ചേരുന്ന തീയതിയിലെ വിദേശ കറൻസിയുടെ വിനിമയ നിരക്കും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള നെറ്റ് പേയും വിഭജിച്ച് പ്രതിമാസ മൊത്ത ശമ്പളം അതത് വൈദികർക്ക് നൽകണം. ദൈവമക്കൾ തങ്ങളെ ശുശ്രൂഷിക്കുന്ന അച്ഛന്മാരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവരെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നമ്മുടെ അച്ഛന്മാർക്ക് അവരുടെ ശുശ്രൂഷ സന്തോഷത്തോടെ നിർവഹിക്കാൻ പ്രാപ്തരാക്കുന്നതിന് നാം എല്ലാ സഹായവും നൽകുന്നത് തുടരണം. ജനങ്ങളുടെയും അച്ഛന്മാരുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ സഭയുടെ നിർമ്മാണത്തിനും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നമ്മെയെല്ലാം സഹായിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നതിൽ നമുക്ക് തുടരാം. കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. തിരുവല്ല പുലാത്തീനിൽ നിന്നും 2022 ഏപ്രിൽ 26 ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. സർക്കുലർ 54 പ്രകാരം മഞ്ജുനാഥ് അച്ഛന് 1,80,000 രൂപ ലിവിംഗ് അലവൻസ് നൽകണം. കാരണം ഇത് എപ്പിസ്കോപ്പൽ സിനഡ് തീരുമാനിച്ച് സഭയുടെ പരമാധ്യക്ഷനായ മാർത്തോമാ മെത്രാപ്പോലീത്ത നൽകിയ കൽപ്പനയാണ്. എന്നാൽ റാസൽ കൈമ ഇടവകയിലേക്ക് വരുന്ന അച്ഛന് സഭ നിശ്ചയിച്ച സാലറി നൽകാൻ പറ്റില്ല, കഴിവില്ല എന്നു പറഞ്ഞ് ആ ഇടവകയിലെ ചില വ്യക്തികൾ 2022 ഭദ്രാസന ബിഷപ്പായ തോമസ് മാർ തീമത്യോസിന് കത്ത് അയക്കുന്നു. കിട്ടിയ പാതി 2022 ജൂൺ 11 വച്ച് ഭദ്രാസന മെത്രാനായ തോമസ് മാർ തീമത്യോസ് എപ്പിസ്കോപ്പ കൽപ്പന നമ്പർ 131 റാസൽ ഖൈമ ഇടവകയ്ക്ക് നൽകി. ആ കൽപ്പന ഇപ്രകാരമാണ്: നമ്മുടെ റാസൽ ഖൈമ സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവകക്കാർക്ക് വാഴ്വ്. കർത്താവിൽ പ്രിയരെ, ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ 54-ാം കൽപ്പന പ്രകാരം പട്ടക്കാരുടെ ഗൾഫ് അലവൻസ് ₹1,80,000 ഒരു മാസം ലഭിക്കത്തക്കവണ്ണം അറിയിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ ആലോചനയോടെ ആ ഇടവകയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് പ്രതിമാസം 1,50,000 ഗൾഫ് അലവൻസായി നൽകേണ്ടതാണ് എന്നറിയിക്കുന്നു. അതോടൊപ്പം അർഹമായ മറ്റ് അലവൻസുകൾ പട്ടക്കാർക്ക് നൽകേണ്ടതാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഏവരോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ 2022 ജൂൺ 11 ചെങ്ങന്നൂർ ഒലിവറ്റ് അരമനയിൽ നിന്നും റൈറ്റ് റവറൻഡ് തോമസ് മാർ തീമത്യോസ് എപ്പിസ്കോപ്പ ഭദ്രാസന അധ്യക്ഷൻ. രസകരമായ സംഗതി അതൊന്നുമല്ല. മാർത്തോമാ സഭയിൽ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ ഇടവക പട്ടക്കാരുടെ ശമ്പളം ഏകോപിപ്പിച്ചപ്പോൾ പല ഇടവകകളും അതാത് ഭദ്രാസന മെത്രാന്മാരെ സമീപിച്ചു. തങ്ങൾക്ക് ഈ പുതിയ ശമ്പളം നൽകുവാൻ കഴിവില്ല, കുറച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സഭാ നേതൃത്വം ആരുടെയും അപേക്ഷ സ്വീകരിച്ചില്ല. ഉദാഹരണത്തിന് ദുബായ് ട്രിനിറ്റി മാർത്തോമാ ഇടവക ആദ്യ വർഷം തന്നെ ഇത്രയും വലിയ തുക നൽകാൻ കഴിയില്ല എന്ന് ഭദ്രാസന ബിഷപ്പായ ബർന്നബാസ് എപ്പിസ്കോപ്പായോടും തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയോടും അഭ്യർത്ഥിച്ചിട്ടും ആ അഭ്യർത്ഥന അവർ കൈക്കൊള്ളാതെ നിരസിക്കുകയാണ് ഉണ്ടായത്. അന്ന് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് കീഴിലായിരുന്ന UAE തന്നെയുള്ള ഫുജറ ഇടവക
തങ്ങൾ 70 വീട്ടുകാരേ ഉള്ളൂ, ഞങ്ങൾക്ക് ശമ്പളം കുറവ് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും അതും സഭാ നേതൃത്വം കൈക്കൊണ്ടില്ല. അതും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതായത് മാർത്തോമാ സഭയിലെ ഒരു വിദേശ ഇടവകയുടെയും കൂട്ടിയ വികാരി ശമ്പളം കുറച്ച് നൽകിയില്ല ആ ഇടവകക്കാർ ആവശ്യപ്പെട്ടിട്ടും. പക്ഷേ റാസൽ കൈമ ഇടവകയിൽ നിന്നും കത്തു ചെന്ന ഉടനെ തീമത്യോസ് മെത്രാച്ചൻ മഞ്ജുനാഥച്ചൻ്റെ ശമ്പളം 1,80,000 നിന്ന് 1,50,000 കുറച്ച് കൽപ്പന നൽകി. ഇതിൻ്റെ പിറകിലെ ചേതോ വികാരം എന്താണ്? നിങ്ങൾ തന്നെ കണ്ടെത്തുക. സമയമാകുമ്പോൾ പറയാം. വിദേശത്തെ ഒരു ഇടവകയ്ക്കു മാത്രം ശമ്പളം കുറച്ചു നൽകി. ഇതിൻ്റെ പിറകിലെ കളികൾ അമ്പരപ്പിക്കുന്നതും നീചവും പൈശാചികവുമാണ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ. സുറിയാനി പാരമ്പര്യമില്ലാത്ത മഞ്ജുനാഥച്ചന് ഇത്രയൊക്കെ മതി എന്നുള്ള മുൻവിധിയോടെ അച്ഛനെതിരെയുള്ള പകപോക്കലല്ലേ ഇത് എന്നാണ് വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഒരച്ഛൻ്റെ മഞ്ജുനാഥച്ചൻ്റെ ശമ്പളം മാത്രം കുറയ്ക്കുക അപലപനീയം തന്നെ. സാധാരണഗതിയിൽ എപ്പോഴെങ്കിലും വികാരിയുടെ ശമ്പളം കുറവ് വരുത്തിയാൽ ബാക്കി നൽകേണ്ട തുക അതാത് ഭദ്രാസനത്തിൻ്റെ സാലറി അഡ്ജസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ നിന്നുമാണ് നൽകാറുള്ളത്. മഞ്ജുനാഥച്ചൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായില്ല. അടിയാനല്ലേ, ഇതൊക്കെ മതി എന്ന ധാർഷ്ട്യം. മാറണം ഈ മനോഭാവവും ചിന്താഗതിയും എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്. മഞ്ജുനാഥച്ചന് എതിരെ നടന്നത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണെന്നാണ് വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ വിത്ത് വിതച്ച് വളം നൽകിയത് അന്നത്തെ ഭദ്രാസന മെത്രാച്ചനായ തോമസ് മാർ തീമത്യോസ് എപ്പിസ്കോപ്പയാണ്. വിളവെടുക്കാൻ അനുവാദം നൽകിയതോ പിന്നീട് വന്ന അടൂർ ഭദ്രാസന ബിഷപ്പായ സെറാഫീം മെത്രാച്ചനും. ഈ പ്രവൃത്തിയെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? വിശ്വാസികൾ ചോദിക്കുന്നു. മഞ്ജുനാഥച്ചൻ്റെ ശമ്പളം മാത്രം സഭ കുറച്ചു എന്നത് ഇതിൻ്റെ പിന്നിൽ അച്ഛനെ മനഃപൂർവ്വം അപമാനിച്ച് സഭയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുക എന്ന ഗൂഢാലോചനയല്ലേ എന്നാണ് വിശ്വാസികൾ സംശയം ഉന്നയിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. തീമത്യോസ് മെത്രാച്ചന് റാസൽ കൈമ ഇടവകയിലെ ചില വ്യക്തികളോട് മറക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന കരക്കമ്പി വാർത്തകളെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മനഃപൂർവ്വമായി ശമ്പളം നൽകാതിരുന്ന ഇടവക ചുമതലക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല? വിശ്വാസികൾ ചോദിക്കുന്നു. ഇത് ട്രസ്റ്റ് ഉടമ്പടിയുടെ ലംഘനമല്ലേ? നടപടി എടുക്കാഞ്ഞതെന്ത്? വൈകുന്നതെന്ത്? അതിനുള്ള ആർജവത്വം സെറാഫീം മെത്രാച്ചൻ കാണിക്കാത്തത് എന്തുകൊണ്ട്? ചോദ്യം പ്രസക്തമാണ്. 2022 മെയ് മുതൽ പുതിയ വികാരിയായി വരുന്നത് മഞ്ജുനാഥച്ചനാണെന്ന് മനസ്സിലാക്കിയ ഭാരം താങ്ങികൾ ഇനി തങ്ങളുടെ കള്ളത്തരങ്ങൾ നടക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നടത്തിയ പൊറാട്ട് നാടകമാണ് ശമ്പളം കുറയ്ക്കൽ തീരുമാനത്തിലെത്തിയതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ സർക്കുലർ നമ്പർ 54 പറയുന്ന ഒരു കരുതലും അച്ഛന് കിട്ടിയില്ല എന്നു മാത്രമല്ല, നേരിടേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത് കൊടിയ അപമാനവും. ഇടവക സ്ഥലം മാറ്റ സമയത്ത് 30,000 പകരം വെറും 3,000 കൊടുത്തപ്പോൾ വളരെ ആർജവത്തോടെ അത് നിങ്ങൾക്കു തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ ഭാരതത്തിൽ തിരിച്ചു വന്നു റവറൻ മഞ്ജുനാഥ് സുന്ദർ. ആരുടെയും കാലുനക്കി പണം നേടാൻ തയ്യാറല്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഒരിക്കൽ കൂടെ വെളിവാക്കി തന്നിരിക്കുന്നു. വികാരി സ്ഥാനത്തു നിന്നും രാജി സമർപ്പിച്ചു. ഇനി എന്ത്? ചോദ്യം പ്രസക്തം.
വീണ്ടു വിചാരമില്ലാതെയുള്ള ഒരു എടുത്തുചാട്ട തീരുമാനത്തിന് സഭാ നേതൃത്വം തിടുക്കം കാണിക്കരുതെന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്. സ്വന്തക്കാരെയും രക്തത്തെയും ഉപേക്ഷിച്ച് മാതാവിനൊപ്പം സഭയിൽ ചേർന്ന ഒരു പട്ടക്കാരനെ ചേർത്തു നിർത്തുവാൻ സഭാ നേതൃത്വം തയ്യാറാകണമെന്നും വെട്ടിക്കുറച്ച 3 വർഷത്തെ ശമ്പളം അർഹതപ്പെട്ടതാകിയാൽ അതു നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് അഭിമന്യ മാർത്തോമാ മെത്രാപ്പോലീത്ത തിയഡോഷ്യസ് മാർത്തോമാ തിരുമേനിയോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്. ചാറ്റൽ മഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തുവാൻ എളുപ്പമാണ്, യാതൊരു പ്രയാസവുമില്ല. പക്ഷേ പേമാരി മൂലം ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തുക എളുപ്പമല്ല എന്ന യാഥാർത്ഥ്യം സഭാ നേതൃത്വം തിരിച്ചറിഞ്ഞ് റവറൻ മഞ്ജുനാഥ് സുന്ദറിന് നീതി നൽകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. കേട്ടാൽ നല്ലത്.